വീണ്ടും ഒരു പാട്ട് പാടണമെന്നാണ് പറയുന്നത്. ഞാൻ ഗായകനല്ല, നിങ്ങൾക്കറിയാം ഡാൻസ് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കളിക്കും. പക്ഷേ ഇപ്പോൾ പല വേദികളിൽ ചെല്ലുമ്പോഴൊക്കെ മോഹിനിയാട്ടത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞ് തീർച്ചയായിട്ടും ആ വേഷത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നാടൻ പാട്ട് പാടിക്കാറാണ് പതിവ്. അപ്പോൾ മൃദംഗവും വായിക്കുന്നൊക്കെ നാടൻ പാട്ടുകൾക്കൊപ്പം താളം ഇട്ട് തരേണ്ട ഒരു സാഹചര്യമുണ്ട്. ആദ്യമായി ചേട്ടൻ ഇങ്ങനെ കാസറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ പാട്ട് കേൾപ്പിക്കുന്നത് എന്നെയായിരിക്കും. ചേട്ടന് കാറുകളോട് ക്രൈസാണ്. ഈ കാറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യുന്നത് സ്പീക്കറുകളാണ്. വളരെ വില കൂടിയ സ്പീക്കറുകൾ അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്യുന്നത് ഈ സാധനമാണ്. ഈ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല, നമ്മുടെ ഹാർട്ട് വരെ പടയ്ക്കും. കാരണം ഈ വണ്ടി ഇങ്ങനെ അനങ്ങും, ഇങ്ങനെ ഈ പാട്ടിൻ്റെ ഋതം കൊണ്ട് അതുപോലെ വണ്ടി ആടും. അപ്പം അത്രയും ശബ്ദത്തിലായിരിക്കും ചേട്ടൻ പാട്ട് കേൾക്കുക. ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഈ CD-കൾ റിലീസാകുമ്പോൾ ഫസ്റ്റ് ഈ കാർ സ്റ്റീരിയോയിൽ ഇട്ടിട്ട് എന്നെ കേൾപ്പിക്കും. അപ്പോൾ ഓരോ എന്താ പറയുക സൂപ്പർ ഹിറ്റ് ആവുന്ന പാട്ടുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയും. അപ്പോൾ അത് ആൾക്ക് വിശ്വാസമാണ്. അപ്പോൾ എന്തൊക്കെ പോരായ്മകളുണ്ടെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് പാട്ട് കേട്ടിട്ടുള്ള ശീലം. അച്ഛനും സഹോദരിമാരും ഒക്കെ പാടും. പാട്ടിൽ ഏറ്റവും മോശം ഞാൻ തന്നെയാണ് വീട്ടിൽ. പക്ഷെ ദൈവം മറ്റൊരു കല എനിക്ക് തന്നു. ആദ്യമായി ഞാൻ നാടൻ പാട്ട് എന്ന് പറഞ്ഞ് പാടുന്നത് സിനിമയിലാണ്. അതും ഒരു മഹാഭാഗ്യമാണ്. നിങ്ങൾക്കറിയാം, ചേട്ടൻ്റെ വേർപാടിന് ശേഷം വിനയൻ സാറ് ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറയുന്ന ചിത്രത്തിൽ ചേട്ടൻ പാടിയ പാട്ടുകൾ തന്നെ എടുക്കാൻ നോക്കി. പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെ എന്നെ നിർബന്ധപൂർവം സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി എന്നെ പാട്ട് പാടിച്ചു. ആ പാട്ടാണ് ഇപ്പോൾ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയിൽ നിങ്ങൾ കേൾക്കുന്ന ആ പാട്ട്. അന്ന് പാടിയ പോലെ ഇന്ന് പാടാൻ പറ്റുമെന്ന് അറിയാൻ ദൈവികമായ ഒരു സന്ദർഭമായിരുന്നു. കണ്ണടച്ച് നിന്ന് പാടി ഒറ്റ ടേക്കിന് അത് പാടി തീർത്തു. അങ്ങനെയാണ് ആ പാട്ട് വിനയൻ സാറ് ആ സിനിമയിലേക്ക് എടുത്തത്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടൽ നെയ്യുള്ള പിതയ്ക്കണ മീനാണേ. കോറോം ദേശത്തെ ജനങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു താളം തരും ഒപ്പം. സന്തോഷമല്ലേ നമുക്ക് ഇന്നത്തെ ദിവസം, അല്ലേ? അപ്പൊ ഒരു കയ്യടി ഒപ്പം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിതയ്ക്കണ മീനാണേ.